ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനിന്ന് നേരത്തെ എഴുന്നേറ്റു 30 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. എന്നിട്ട് ഫുൾ ഒന്ന് അടിച്ചു വാരി തുളച്ചു. ഇന്ന് തൂമുനെ കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എഗ് റൈസിനുള്ള റൈസ് വേവിക്കുകയാണ്. ചായയുണ്ട്. ഇന്ന് ദോശയാണ് കേട്ടോ. ദോശയ്ക്കുള്ള മാവ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ചമ്മന്തി അരച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. ചായക്ക് വെച്ചിട്ട് പാലുണ്ട്. ഇത് തോമുൻ്റെ മിക്സിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ചായ ഇവിടെ കാര്യമായിട്ട് തിളയ്ക്കുന്നുണ്ട്. നേരത്തെ പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഡോൺ ചേട്ടൻ അതെങ്ങനെയെങ്കിലും തോമു സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആക്കും കേട്ടോ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് ഇനി വഴിയെ അറിയാം. സ്റ്റക്കായി നിൽക്കുകയാണ് ഞാൻ. നല്ല കോൾഡ് അങ്ങോട്ട് മൊത്തത്തിലോട്ട് മാറിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഉറക്കക്ഷീണം, ഒരു 4-5 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. ഇതിപ്പം കൈമാ റൈസാണ് കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ള ബിരിയാണി അരി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് വേവിടില്ല. വെന്ത പോലെ കാണിക്കുമെങ്കിലും ഊറ്റി കഴിയുമ്പോഴത്തേക്കിനും കല്ല് പോലെ ആവുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കൊച്ചിന് കൊടുത്തു വിടുമ്പോഴത്തേക്കിനും ഭയങ്കര ഹാർഡാവും. അപ്പോൾ കൈമ റൈസ് ആണെങ്കിൽ ഒന്ന് കുഴഞ്ഞ പരുവ ആക്കിയിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. ആ അവൻ കഴിച്ചോളൂ. കഴിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ ഒരു എന്താ പറയുക, ഉച്ചയ്ക്കത്തെ ഒരു സ്നാക്കിന് ഇപ്പം ആക്ച്വലി ലൈഫ് മുന്നോട്ട് പോകണത് തന്നെ. എന്നാലും വൈകുന്നേരം ഇപ്പോൾ ചോദിച്ചു തുടങ്ങി. ഇപ്പം മറ്റേത് നമ്മൾ ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കണമെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ചോദിക്കുക, എനിക്ക് വിശക്കുണ്ട്, ഭക്ഷണം തായോ എന്ന് പറയും. അവനെ സംബന്ധിച്ച് ഭക്ഷണം വേണമെന്ന് പറയും. എന്നാലും അവനിഷ്ടമുള്ള സാധനം കഴിക്കുക എന്നുള്ളതായിരുന്നു ഇത്രയും നാളവൻ്റെ ഒരു ഹോബി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ലെവലിൽ എത്തിയിട്ടില്ല. ഞാൻ റൈസിൽ സാധാരണ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഇതിൽ ഞാൻ ഇന്നിപ്പോൾ ഉപ്പിട്ടില്ല. കാരണം ഞാൻ ആ മാജിക് ക്യൂബ് ഇടുമ്പോൾ അതിൽ ഓൾറെഡി ഒരു ഉപ്പുണ്ട്. അത് നോക്കിയിട്ട് ഞാൻ വേറെ ഉപ്പ് ഇടുള്ളൂ. മുട്ട ഇടുന്നതുകൊണ്ട് ചാക്കോച്ചിന് കൊടുക്കാൻ പറ്റും. ചാക്കോച്ചിന് ഞാൻ ഒട്ടുമിക്ക കുറേ സാധനങ്ങളും ഇപ്പോൾ അവോയ്ഡ് ചെയ്തപ്പം, അതായത് ഡോക്ടർ ഇൻസ്ട്രക്ഷൻ തന്ന പ്രകാരം അവോയ്ഡ് ചെയ്തപ്പം ചേഞ്ചസ് ഉണ്ട്. സോ അത് അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കഫിന് കിട്ടിയതാണ്, എൻ്റെ കോൾഡും കഫും കിട്ടിയതാണ്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. രാവിലെ എനിക്ക് തോന്നുന്നു ഈ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് നേരത്തെ എണീക്കാം, ആ ഒരു റൊട്ടീനിലേക്ക് വരണം. കാരണം ജൂൺ തൊട്ട് എന്തായാലും ഒരു 8:30 ആകുമ്പോൾ തോമിന് പോയിരിക്കണം. അപ്പോൾ ഇവിടെ നേരത്തെ കിടത്തി ഉറക്കണം. ഇന്ന് ചാലായി വന്നതായിരുന്നു. ഈ പെരുന്നാൾ സംഭവത്തോടെ അത് പോയി. അല്ലെങ്കിൽ ഞാൻ 2 പേരെ ഒരു 9 മണിയാകുമ്പം കയറ്റി ഉറക്കും. തോമൊരു 7:30-8 മണിയാകുമ്പം എഴുന്നേൽക്കുമായിരുന്നു. അത് ഉച്ചയ്ക്ക് ഉറക്കാത്തതുകൊണ്ടേ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ LKG കയറുമ്പോൾ പറഞ്ഞാൽ മനസ്സിൽ വിളിച്ചാൽ എഴുന്നേക്കാം എന്നുള്ളൊരു പരുവത്തിലെത്തിയ കുഴപ്പമില്ല. ഇതെന്ന് വെച്ചാൽ തോമു ഭയങ്കര ഉച്ചയ്ക്ക് ഉറങ്ങിയ ഒരു 1.5 ഉറക്കം ഉറങ്ങുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ പറഞ്ഞ് മനസ്സിലാവുന്ന ഒരു സ്റ്റേജ് ആയാൽ അത് വെച്ചോളൂ. വിളിച്ചാൽ ഉടനെ എഴുന്നേൽക്കുക. അതേ സംബന്ധിച്ച് ഒറ്റയ്ക്കാലും കേൾക്കുന്ന ഉറങ്ങിക്കോളും. പാച്ചു എന്താണെന്ന് വെച്ചാൽ ഡിമ്മളുടെ കൈ കൊണ്ട് മാറിയാൽ അവൻ എഴുന്നേൽക്കും. അതുകൊണ്ട് ഡിമ്മൾ കുറച്ച് ഈസിയാണ്. പക്ഷേ തോമു അങ്ങനെയല്ല, തന്നെ ആയാലും അവിടെ കിടന്ന് ഉറങ്ങും. അത് നമ്മൾക്കൊരു പ്രശ്നമാണ് ഈ ഒരു സ്റ്റേജിൽ കേട്ടോ. മറ്റേത് തന്നെ കിടന്ന് ഉറങ്ങണമെന്ന് തന്നെയാണ് നമ്മൾ പറയാം. പക്ഷേ സ്കൂളിലൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം വരുന്നതിന് മുമ്പ് റൈസ് ഉണ്ടാക്കി ബോക്സിൽ കയറ്റണം. ഇല്ലെങ്കിൽ ആൾ വന്നിട്ട് 100 ചോദ്യങ്ങൾ ചോദിക്കും. ഇതാണോ അതാണോ, എനിക്കിത് വേണ്ട. പക്ഷെ കാണിക്കാതെ കൊണ്ടുപോയാൽ കഴിച്ചിട്ട് വന്നോളും. എന്ന് വെച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതെടുത്ത് മാറ്റമൊന്നും ചെയ്യില്ല. ശരി മാറ്റാം എന്ന് പറഞ്ഞിട്ട് ബോക്സുകൾ മാറ്റി വെക്കുകയുള്ളൂ. അവിടെ ചെന്നാൽ പിന്നെ അവന് റീമോൾ മാമോ പറയുന്നതിൻ്റെ അപ്പുറമൊന്നും അവനില്ല. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും കൂടെ ഒന്ന് സ്പീഡാക്കട്ടെ. ദോശയൊന്ന് റെഡിയാക്കണം. പറ്റില്ല അമ്മേനെ വിളിച്ചിട്ട് ചാക്കോച്ചൻ എഴുന്നേറ്റിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ശബ്ദങ്ങളൊന്നും
കേട്ടിട്ടില്ല ഇതുവരെ. ഞാൻ പിന്നെ അതൊരു റൂം പോലും തുറന്നു നോക്കാൻ നിന്നില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെക്കും. അവനാണ് എൻ്റെ പ്ലാനുകൾ ഫുൾ തകർക്കണ ആൾ. അപ്പോൾ എന്തായാലും നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ദേ തൂമിനുള്ള എഗ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട്, അതായത് സബോളയൊന്നും കടിക്കാത്ത രീതിയിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് കുക്ക്ഡാക്കിയിട്ടുണ്ട്. കാരണം ആറുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഇവിടെ ദേ ചായ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എൻ്റെ കൈ കൂടെ ഉറുമ്പ് പോകണുണ്ടോ കേട്ടോ. ഇനിയിപ്പം ദോശ ഉണ്ടാക്കിയാൽ മതി. രാവിലത്തെ ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. 7:45 ഇനിയിപ്പോൾ ചാക്കോച്ചൻ എഴുന്നേക്കും. ദോശ ഉണ്ടാക്കി വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഗീ റോസ്റ്റ് ആയതുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഞാൻ ഉണ്ടാക്കണില്ല. തോമുൻ്റെ ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും വെക്കാനില്ല. ഞാൻ റൈസ് കൊടുത്തു വിടുമ്പോൾ അധികം സാധനങ്ങൾ കൂടെ കൊടുത്തു വിടില്ല. ബിസ്ക്കറ്റ് ഒരെണ്ണം വല്ലതും വെക്കും. കാരണം ബിസ്ക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ റൈസ് കഴിക്കാതിരുന്നാലോ. അപ്പോൾ മാമും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത് അത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെക്കുക. അപ്പോൾ റൈസ് ആയാലും നൂലപ്പായാലും അത് ക്വാണ്ടിറ്റിയിൽ വെച്ചിട്ട് സൈഡ് ഡിഷസ് വളരെ കുറച്ച് വെക്കുക. ഇന്നിപ്പോൾ ഞാൻ അതിൽ പച്ചമുളക് ഇട്ടിട്ടുള്ള പേരിൽ 2 ബിസ്ക്കറ്റ് ഹൈഡ് ആൻഡ് സീക്കിൻ്റെ വെച്ചിട്ടുണ്ട്. വേറൊന്നും ഞാൻ വെക്കണില്ല. കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. മാജിക് ക്യൂബ് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ റൈസിന് കൊടുക്കും. അപ്പോൾ അതങ്ങനെ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചാക്കോച്ചൻ എഴുന്നേറ്റോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ കാണിക്കാം കേട്ടോ. മണി എത്രയാടി? 8:30. പിള്ളേരുടെ വിക്സ് മേടിച്ച് വെച്ചോണം നെഞ്ചത്തെ. ചാക്കോ എന്താണ് പരിപാടി? ചാക്കോ ഹായ് ഹായ് പറയൂ. ഹായ് പറ. എനിക്ക് വേണ്ട, കഴിച്ചോ. തന്നോട് ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞ പോലെയാണല്ലോ. മീൻകറി വേണോ? ദോശ കഴിക്കാണോ? ഇഷ്ടായോ? നല്ലതാണോ? ടാറ്റാ. മമ്മി എവിടെ? മമ്മി ഓ ചാക്കോച്ചൻ എണ്ണ ഇവിടെ വന്ന് നിന്ന് എണ്ണ അങ്ങനെയാണ് എണ്ണത്. അയ്യോ മമ്മി. കഴിഞ്ഞു. വേഗം എണ്ണുണ്ട്. കാണുന്നിടത്ത് നിന്ന് എണ്ണിയാലേ അമ്മ കാണുള്ളൂ. അവിടെ നിൽക്കേ ചാക്കോ. ഇവിടെ നിന്ന് ഇവിടെ വാ ഇവിടെ വന്ന് എണ്ണിക്ക. 1 2 3. മമ്മീന്ന് വിളിക്കേ. തിന്നിട്ടൊളിയാണോ? അപ്പോൾ ടോൺ ചേട്ടനും അമ്മയും ഡാഡിയും കഴിച്ചു. മമ്മിക്കുള്ള ദോശതേ. ആരാ വരണത്? അതെന്താ ഞാൻ പൊന്നല്ലേ നിങ്ങളുടെ? ഇല്ല, ഒന്നുമില്ല. മരുന്ന് മേടിച്ചു കൊടുക്കുക ചാക്കോച്ചനെ. ഡോൺ ചേട്ടൻ അങ്ങനെ കാറിലല്ലേ പോവാണ്. എങ്ങോട്ടാണോ? അവിടെ ഒരു അപ്പാപ്പി ഉണ്ട്. എവിടെയായിരിക്കുന്നു? കോട്ടയത്ത്.
മറന്നുപോയി. ഉമ്മ കൊടുക്ക് ലീല മാമയ്ക്ക് ഉമ്മ കൊടുക്ക് ടാറ്റ പറ. ഫോണൊക്കെ കുറച്ച് കണ്ടാ മതിയേ കേട്ടോ. ലഡും കേക്കും പാപ്പിക്ക് അല്ലേ തോമോ? തോമോ ആ മമ്മി ഇപ്പൊ കൊടുത്തയക്കണ്ട് തോമുവിന്റെ വക കേട്ടോ. ടാറ്റാ ബൈ ബൈ സീ യു. ചുമയും കുറയൊക്കെ വരാതെ നോക്കിക്കോ. എക്സസൈസ് ഇങ്ങനെ നീ ഇന്ന് പോ, എനിക്ക് ആവശ്യമുള്ളധികം എക്സസൈസ് ഉണ്ട്. പോയേ ഇങ്ങനെ നടക്കും. ഒന്ന് പോയാ എന്നെ പൊന്നെ ലീലാമേ, അവളെനിക്ക് എക്സസൈസ് പറഞ്ഞു. അതെ നമുക്ക് അറിയാണോ? കണ്ണിലെന്തോ പോയി, പക്ഷെ വെറുതെ ഞാൻ പ്രതീക്ഷിച്ചു. അമ്മ വീഴരുത്. ഗേറ്റിന് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടാ. ആ ടാറ്റാ. കോട്ടയത്ത് പോവാ? കോട്ടയത്ത് പോവാണോ? ആന്ന്. ഇങ്ങോട്ട് തിരികെ അപ്പോ മമ്മി എടുത്ത് പോ. ഇവിടെ ഇവിടെ സ്റ്റിയറിംഗ് തിരികെ പോട്ടെ. കാറിന്റെ സ്റ്റിയറിംഗ് മാത്രം തിരിക്കാൻ അറിയുള്ളൂ. ഇഷ്ടായോ? മിന്നാണ്ടിരിക്കുക സ്റ്റാച്ചു പോയി. ഓ പ്രൗഡിയായി. വണ്ടി പോണ്ടല്ലോ. നോക്കപ്പോ കുട്ടി പോണത്. ഓ സ്റ്റിയറിംഗ് തിരിക്കേ. അത് വശായില്ല. പറഞ്ഞ ചിലപ്പോ തിരിക്കേ തിരിക്കേ. എന്തായാലും അപ്പാപ്പന് ഉറപ്പായി. ഇത്രയും മരുന്ന് പതുക്കെ അറിയാണ്ട് തിരിക്കും. അപ്പൊ തിരിയുമ്പോ അവനത് പഠിക്കും. സന്തോഷം. ടാറ്റ പറ ഡാഡിക്ക്. ചാക്കോ ചാക്കോ ഡാഡിക്ക് ടാറ്റ പറയാ. ഡാഡി പോവാണ്, ടാറ്റ പോവാണ്, തിഷൂക്ക് പോവാണ്. ടാറ്റാ. ഡാഡി പോയാ? ഞാനില്ല. പോയി ഡാഡി പോയി. ടാറ്റ പറഞ്ഞിട്ട് വായോ. എവിടെ പോവാണാവോ? ഡാഡി കൊണ്ടുപോയില്ലേ പൊന്നിനെ? സങ്കടായോ? സങ്കടായോ ചാക്കോയ്ക്ക്? സാരില്ല കേട്ടോ, പോട്ടെ. ഡാഡി കൊണ്ടുപോയില്ലേ പൊന്നിനെ? ചാക്കോ പൊന്നിനെ കൊണ്ടുപോയില്ലേടി? വിഷമായോ? സാരില്ല കേട്ടോ, ഡാഡി കൊണ്ടുപോയില്ലേ? ഏതാണ് ഈ കുഞ്ഞുമാവ? ഹായ് ഹായ്, ഐ ലവ് യു. ഈശോ എൻ്റെ ഫോൺ. അപ്പോൾ രാവിലത്തെ പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അലക്ക്, ക്ലീനിങ്. അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ അമ്മ പോയപ്പോൾ ഞാൻ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ്, ഞാൻ എൻ്റെ കുളിയും നനയും ഒക്കെ അപ്പുറത്തെ ബാത്റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. കാരണം അപ്പോൾ നമ്മൾ അത് റെഗുലർലി ക്ലീൻ ചെയ്യും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ വളരെ ചുരുക്കമായിട്ട് അത് ക്ലീൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങ്
ഒന്നും നോക്കണ്ട, അങ്ങ് ഷിഫ്റ്റ് ആയേക്കാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. എൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, മാസ്ക്, ഫേസ് വാഷ്, സ്ക്രബ്ബർ, അങ്ങനെ എല്ലാം അങ്ങോട്ട് മാറ്റി. പക്ഷെ എത്ര ദിവസത്തേനാണെന്ന് അറിയില്ല, ചിലപ്പോൾ മടിയാവും. എന്തായാലും നോക്കട്ടെ. അപ്പോൾ അതേ ചാക്കോച്ചിന് ഞാൻ ഒന്ന് ഫ്രഷ് ആക്കി ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്കത്തേനും ഭക്ഷണമൊക്കെ ആക്ച്വലി ഇവിടെ ഉണ്ട്, ചൂടാക്കി എടുത്താൽ മാത്രം മതി. പിന്നെന്താണ്, പിന്നെ ഞാനിങ്ങനെ ഓരോ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നോക്കുക. ഇപ്പോഴാണ് ഞാൻ കണ്ടത് തനി മലയാളി പ്രഗ്നൻ്റ് ആണെന്നുള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. 2 ദിവസം മുമ്പ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു പെരുന്നാളിൻ്റെ തിരക്കിൽ നമ്മൾ വിട്ടു പോയതായിരിക്കാം. എന്തോ ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ. പിന്നെന്താണ്, ഈശോ ചാക്കോച്ചൻ നല്ല വാശിയാണ്. തുണി അലക്കും മമ്മി അലക്കായിട്ടിട്ടുണ്ടായിരുന്നു. മമ്മി ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മിണ്ടാണ്ട് പോയി പകുതി വിരിച്ചിട്ടപ്പോഴത്തേനും മമ്മി വന്നു. അപ്പോഴത്തേനും ചാക്കോച്ചിന് ഇറങ്ങി ആകെ ഇതായി. അപ്പോൾ പിന്നെ ഞാൻ കയറി എൻ്റെ തുണിയൊക്കെ അലക്കായിട്ടത് അപ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടു. ഇന്ന് ഫുൾ വേൾഡ് ചെടി ഫുൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നനച്ചു. സ്റ്റെയർ കേസും പുറത്തും അകത്തും ഒക്കെ നനച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് തുടയ്ക്കണമെന്നുണ്ട്. പറ്റിയാൽ ഈ പറഞ്ഞ പോലെ ഇനി ചാക്കോച്ചൻ ഉച്ച കഴിഞ്ഞ് ഉറങ്ങുള്ളൂ. ഇന്ന് രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ ചാക്കോച്ചൻ്റെ ആ ഒരു സ്ലീപ്പിൻ്റെ സമയത്ത് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. ആൾക്ക് ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഫുള്ള് പ്രശ്നങ്ങളാണ്. അല്ലേ ചാക്കോ? ഷുഗർ കളിക്കാണ്. കാറെവിടെ? കാറെവിടെ? കാറിൻ്റെ കളർ എന്താ? ഗ്രീൻ. കളർ എന്താ? ഗ്രീൻ. ഇവിടെ 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 ദേ ദേ തുറക്ക. ദേ തുറന്നു. ദേ ബിബി ബിബി. കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു പാട്. കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു പാട്. Wheels on the bus go. കാക്കേ കാക്കേ പാട്. കാക്കേ കാക്കേ കൂട്ടിനകത്തൊരു. ചാക്കോച്ചൊരു ചെറിയൊരു കുറുകുറുപ്പുണ്ട്. ഇത് എത്ര പ്രാവശ്യം തുറന്നു ഇപ്പൊ നിനക്ക് വല്ല ഊഹമുണ്ടോ? കാക്കേ കാക്കേ ആയ് കാർ. ഇഷ്ടായോ? നല്ലതാ? കാക്കേ കാക്കേ. കണ്ട കണ്ട. ജോണി ജോണി ഈറ്റിംഗ് ഷുഗർ, telling lies, open your mouth. Very good boy. കാക്കേ കാക്കേ പാട്. കുട്ടിക്ക് കാണാപ്പാട് അറിയാം. കാക്കേ 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 കാക്കേ. പോവാണ് ചേട്ടൻ, പോവാണ്. ഹായ് ഹായ് പറ. ഹായ്. സുഖാണോ? ഹലോ ചേച്ചി എന്ന് വിളിച്ചേ. ചേട്ടാ. ഞാനാ ചോട്ടു കിയാ ചോട്ടു മമ്മി. മമ്മീനെ എങ്ങനെ വിളിക്ക? മമ്മി ഡാഡി അപ്പാ ലില്ലമ്മ പാപ്പി പേപ്പ അക്കി. 1 2 3. നമ്മുടെ പൊന്നാരാ? നമ്മുടെ ചക്കര ആരാ? കാക്കേ കാക്കേ പാടുവോ? കാക്കേ 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 കാക്കേ
കൂട്ടിനകത്തൊരു കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യില് ഇല്ല തരില്ലി അയ്യോ കാക്കേ ഏ ഗുഡ് ബോയ് ഡോണു വിളിച്ചേ ഡോണുവിനെ എങ്ങനെ വിളിക്ക ഡോണു തോമോ അവിടെ തോമോ ഇല്ല മിന്നാറ്റി ഗോ രക്ഷപ്പെട്ടോ ചാക്കോ വായോ കാണിച്ച് മാല കാണിച്ച് വായോ വാ വളയിട്ട് തരാം വാ ഇല്ല മിന്നാറ്റി അയ്യോ കട്ടായി കട്ടായി നമുക്കൊന്നുകൂടെ വിളിക്കാം അപ്പനെ വിളിച്ചിട്ട് പറ എനിക്ക് വിളിക്കട്ടെ വെകിളി കൊള്ളല്ലേ അതെ ആ ഡോൺ 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 ആ പറ ഹലോ പറ ആ പാച്ചൂട്ടനല്ല ജാനാന്ന് പറ ചാക്കോന്ന് പറ പാച്ചൂട്ടൻ വന്നിട്ടില്ല കുട്ടാ ഇത് ചാക്കോച്ചനാണ് എന്തോ എത്താറായോ ഗേറ്റ് തുറക്കാറായോ നിങ്ങക്ക് വണ്ടി പുറത്തിട്ടിട്ട് നടന്നു വന്നൂടെ എത്താറായോ ഏത് വണ്ടിയിലാ വരണേ സ്പീഡിലാണോ കാറിൽ വരണേ നീ ഭക്ഷണം കഴിച്ചോ കഴിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഗേറ്റ് തുറക്കുള്ളൂ ഇല്ല നീ അങ്ങനെ പൊക്കോ എന്താടാ നീ മിണ്ടാത്തേ ആ ചാക്കോത്തോട്ട് ഹലോ പറ ഒരു സമാധാനം കിട്ടട്ടെ അങ്ങോട്ട് കൊറേ നേരമായി തുടങ്ങിയിട്ട് കൊച്ചിവിടെ ആരാടത് ആരാത് ഓച്ചു ഇന്ന് രാവിലെ ഓച്ചു ഓച്ചെന്ന് വിളിച്ച് അന്വേഷിച്ച് നടക്കണ്ടായിരുന്നു കുട്ടി എന്റെ പാച്ചു എന്തെന്ന് ചോദിച്ചു പാച്ചു ഇപ്പൊ വരൂന്ന് പറ ചെവിയില് വെക്കണ്ട വീഡിയോ കോൾ അല്ലേ ഹലോ ഹായ് പറ ഹായ് ഓച്ചു മുഖം കാണിക്കടാ വർത്താനം പറ മാമുണ്ടോന്ന് ചോദിച്ചേ ഓച്ചൂര് തല കറക്കുന്നടാ മമ്മീനെ കൊണ്ട് കാണിക്കാൻ വരുന്നുണ്ട് മമ്മി പറ വർത്താനം പറ
അത് മനഃപൂർവ്വം ഇരുന്നാ. ആ വെച്ചിട്ടുണ്ട്, ഞാൻ തരാലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വാഷ്റൂം യൂസ് ചെയ്യാം, ഇനി ഡെയിലി പർപ്പസിനായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ മാത്രം ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യാം എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ബാത്റൂമിൽ കുളിക്കണത് ഇഷ്ടമില്ല. കാരണം ടബ് ഉള്ളതുകൊണ്ട് തന്നെ ആകെ കൺജസ്റ്റഡാണ്. ടബിനകത്തെ പൈപ്പിലായിരിക്കും ചൂടുവെള്ളം വരിക. അത് നമ്മൾ പിടിച്ച് വെച്ച് കുമ്പിട്ട് കുളിക്കുമ്പോൾ സത്യമായിട്ടും എനിക്കിഷ്ടമില്ല. കാരണം സ്ട്രെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വീഴുകയും ചെയ്തു. ആർക്കും അറിയില്ല, കുറച്ച് സ്ലിപ്പറിയും കൂടെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേർ രണ്ടുപേരും എന്തായാലും ബാത്ടപ്പിനകത്ത് നിർത്തിയിട്ടാണ് കുളിപ്പിക്കുക ഞാൻ. പിന്നെ ആ ഒരു ബെൻഡുണ്ട് അവിടെ, അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പം നമ്മളത് വൈപ്പ് ചെയ്ത് കളയണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അതിനകത്തുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഈ വാഷ്റൂമിലേക്ക് മാറാം, അപ്പോൾ ഇതും യൂസാവും, പഴയ പോലെ ആക്കാം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു മെയ്ഡിന് കൊടുത്തേ പിന്നെ ആ നമ്മുടെ ക്ലോസറ്റ് ആകെ നാശമായിപ്പോയി. പ്യോർ വൈറ്റ് ക്ലോസറ്റ് ആയിരുന്നു. പക്ഷെ യൂസ് ചെയ്തിട്ടാണോ എന്താണോ ആകെ പ്രശ്നമായി. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് എപ്പോഴും അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രണ്ടും കൽപ്പിച്ച് ഒരു പുതിയ സ്ക്രബ്ബർ ഞാൻ വാങ്ങിച്ചിട്ട്, അതായത് നമ്മുടെ വെള്ളം വീഴണ ആ ഒരു സെക്ഷനിൽ ഞാൻ നമ്മുടെ ഹാർപ്പിക്കിൻ്റെ ബ്ലീച്ചിൻ്റെ സൊല്യൂഷൻ ഇട്ടിട്ട് ഞാൻ ഉരച്ച് കഴുകുക ചെയ്ത് നമ്മുടെ ഓൺ കൈ കൊണ്ട് ഞാൻ ചെയ്തതാണ്. കാരണം നമ്മൾ അത്രയും നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാഷ്റൂമാണ്. എൻ്റെയും ഡോൺ ചേട്ടൻ്റെയും റൂമിലെ വാഷ്റൂമായിരുന്നു. ഈ ബാത്റൂമിന് ഒരുപാട്, ബെഡ്റൂമിന് സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ ബാത്റൂമിനും ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ബാത്റൂമാണ്. കാരണം ഞാനങ്ങനെ പുറത്ത് കരയണ ഒരു വ്യക്തിയല്ല. എൻ്റെ ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് വിഷമങ്ങളും ഉള്ളൊരു ബാത്റൂമാണ്. ഞാൻ കുളിക്കുമ്പോഴാണ് കൂടുതലും വിഷമം വന്ന കരയുക, അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്. ഇത് ഒന്ന് യൂസ് ചെയ്താൽ ഇതും ഓട്ടോമാറ്റിക്കലി ആയിക്കോളും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ അമ്മ പോയതിന് ശേഷം ഒന്നും കൂടെ അമ്മയെല്ലാം വാഷ് ചെയ്തിട്ടാണ് പോയത്. എന്നാലും ഞാനൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി അവിടെ ഒരു ടവൽ കൊണ്ടിട്ടു. പിന്നെ തല തോർത്താനുള്ളത് ഞാൻ പുറത്താണ് ഇട്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് മുഖം ഒരു ടവൽ കൊണ്ട് മാത്രമേ വൈപ്പ് ചെയ്യുള്ളൂ. എല്ലാം തുടയ്ക്കണ ഒരു തുണിയിൽ ഞാൻ തുടയ്ക്കില്ല. പിന്നെ ദേ ബക്കറ്റും കപ്പും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അമ്മയ്ക്ക് മേടിച്ച് വെച്ച സോപ്പാണ് കേട്ടോ, സന്തൂർ സോപ്പ്. അത് ഞാൻ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കൈ കഴുകിൻ്റെ പതയാണ് കേട്ടോ. അമ്മ എല്ലാം കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ട് പോയതാണ്. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ച ലോറിയലിൻ്റെ ഫേസ് വാഷും ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ജോയുടെ സ്ട്രോബെറി സ്ക്രബുമാണ്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന 2 ഷാമ്പുവും കണ്ടീഷണറും. പിന്നെ താരൻ്റെ പ്രശ്നം വരുമ്പോൾ ഞാനിപ്പോൾ സ്കാൽപ്പ് അല്ലെങ്കിൽ ഇതാണ് കേട്ടോ. ഇത് നല്ല ഒരു ഡിഫറൻസ് എനിക്കുണ്ട്. പക്ഷേ കോസ്റ്റ് വൈസ് കുറച്ച് കൂടുതലാണ്. 425 റുപ്പീസാണ്. പക്ഷെ ഭയങ്കര വ്യത്യാസമുണ്ട്. പൈസ മുടക്കിയാലും വേണ്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു ഹെഡ് മസാജർ പോലെ ഉണ്ട്. ഷാമ്പു ഇട്ടിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്യും. പിന്നെ മറ്റേ നമ്മുടെ കാലുരയ്ക്കണ സാധനം, അത് പറയുന്നതായിരിക്കും. ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. കിടക്കാച്ചി സാധനമാണ്. പിന്നെ അതിൻ്റെ തന്നെ സെറ്റ് വരുന്നതാണ് ഈ ഹെയർ മാസ്ക്. ഇതും നല്ലതാണ് കേട്ടോ. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അളുത്താ കുളിച്ച സാധനങ്ങളാണ് മുകളിൽ. ഉപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇനി ഇവിടെ ഒന്ന് സെറ്റാക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫുൾ വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ കറ അതാണ് കേട്ടോ. അവിടെ ഒരു മഞ്ഞക്കറ വന്നു. എന്താണെന്നറിയത്തില്ല, ഒരു സ്റ്റെയിൻ പോലെ നിൽക്കുകയാണ് സംഭവം. നമ്മൾ യൂസ് ചെയ്യാതിരുന്ന സമയത്തും ഞാൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഫ്ലഷ് ചെയ്ത് വിടുമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഡെലിവറിക്ക് പോയി. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ അങ്ങോട്ട് റൂമിലോട്ട് ഷിഫ്റ്റായി. അപ്പം അങ്ങനെ പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് തോന്നരുത്. ആ സ്റ്റെയിൻ പോകാൻ എന്തെങ്കിലും ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലും ഭയങ്കര സ്റ്റെയിനായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ റീസെൻ്റ്ലി അത് ഉരച്ച് കഴുകിയപ്പം അത് അത്രയും ഫെയ്ഡായി. അതർവൈസ് ഓക്കെയാണ്. പ്യോർ വൈറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബാത്റൂം മാറിയിരിക്കുകയാണ്. എത്ര ദിവസത്തേനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ പോകാം. ഞാൻ ചാക്കോച്ചനെ ഉറക്കി എന്നിട്ടാണ് ഞാൻ ബാത്റൂം കഴുകാൻ വന്നത്. ഞാൻ കുറച്ച് മുമ്പ് ബാത്റൂം കഴുകാൻ അവനുമായിട്ട് വന്നെങ്കിലും അവൻ കുളിച്ചു. ഞാൻ ബാത്റൂം കഴുകിയില്ല. സാധനങ്ങൾ മാത്രം വേഗം വെച്ചിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കഴുകി ചൂടോളം വരുമോ നോക്കി, വന്നില്ല. ഇന്നും റൂമൊന്ന് തുടയ്ക്കാനായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂട്ടോ. പിന്നെ വേഗം ഞാൻ റൂമിൽ പോട്ടെ. അല്ലെങ്കിൽ തോമോ എൻ്റെ മിസ്സിങ് ആണെന്ന് അറിഞ്ഞാൽ പിന്നെ കരയും. ആ കരഞ്ഞ് ഒച്ചയിലായിരിക്കും എൻ്റെ ചാക്കോച്ചൻ എഴുന്നേക്കുക. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. ഞാൻ ഈ ഓൺ വോയിസ് കൊടുക്കുന്നതുകൊണ്ട്
കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. തോമു എവിടെ കുട്ടാ? തോമു ചേട്ടൻ എവിടെ? തോമു എവിടെയാ പോയെ? തോമു ചേട്ടൻ സൂസു വെക്കാൻ പോയതാണ്. ശുശു തോമു വിളിക്കും. തോമു തോമു വെരി ഗുഡ് ബോയ് ആയിട്ട് ബാത്റൂമിൽ പോയിട്ട് സുസു വെച്ചിട്ട് വരികയാണല്ലേ തോമു? നോക്കട്ടെ. തോയിട്ടല്ലോ One, two, three. Ayo, mendapatkan തോമു അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അവന് ശ്വാസം മുട്ടും. അവനോട് കഥ പറഞ്ഞു കൊടുക്കും, സ്കൂളിലെ കഥ പറഞ്ഞു കൊടുക്കും. തോമുവിന്റെ സ്കൂള് ആരൊക്കെയാണ്, ക്ലാസ്സിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തേ. തോമു യൂട്യൂബർ ആണോ? തോമുന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ചാക്കോച്ചന്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? തോമോ ചാക്കോ ഹായ്. അമ്മയുടെ പൊന്നാരാ? ദേ പോണം അമ്മയുടെ പൊന്ന് കുഴിയിലോട്ട്. ദേ പോയി. പച്ച പരിഷ്കാരി. ചാക്കോച്ചാ തോമുനൊരു ഉമ്മ കൊടുത്തേ. തോമുനൊരു ഉമ്മ കൊടുക്ക. പറഞ്ഞ ഷെയറിംഗ് ഇസ് ഷെയറിംഗ്. ആ Sharing is caring. വാവ്. ബേബി ആയിട്ട് ഷെയർ ചെയ്യോ? Yes. ആർ യു എ ഗുഡ് ബ്രദർ? Yes. ഡു യു ലവ് ചാക്കോച്ചൻ? Mama, now put it together. രണ്ടുപേരും ജീപ്പ് ഓടിക്കുക. ഇപ്പോൾ വരും കേട്ടോ ദാദകൾ രണ്ടുപേരും. തോമു നല്ലപോലെ ജീപ്പ് ഓടിക്കാൻ പഠിച്ചു. കണ്ടോ?
ഇങ്ങനെയാണോ യോ ഒക്കെ ചാക്ക വെക്ക് യോ യോ ടാറ്റാ. അമ്മമാര് വണ്ടിക്കും വിഷു അമ്മേനെ വണ്ടി ഇടിക്കോ? വിഷു അമ്മ ചത്തു പോവോ? നോക്കി പോടാ. സണ്ട് കുട്ടൻ വന്നേ. നല്ലൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണേ ചാക്കോ. അവിടെ ചുറ്റാമണി. റീമോൾ മാമിന്റെ മുത്താരാ? നീയാണോ റീമോൾ മാമിന്റെ മുത്ത്? ബാക്ക് എടുത്തോ? വാവ്. യോ ചാക്കോ ബൈ. പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. അപ്പം ഞാൻ ചായ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിശന്നു. ഞാൻ ആക്ച്വലി ഒന്നും കാര്യമായിട്ട് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. തോമുവിൻ്റെ ബാക്കി വന്ന റൈസാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ 2 ബ്രെഡ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്ത് പിസ്സ സോസ് തേച്ച് കഴിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഞാൻ. അപ്പോൾ പിള്ളേർ പുറത്ത് വണ്ടി ഓടിക്കുകയാണ്. ഗ്യാപ്പിൽ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ചായ വെച്ച് കഴിഞ്ഞിട്ട് ഡാഡീനെ മമ്മീനെ വിളിക്കാമെന്ന് ഓർത്തു. ഡാഡി ഇപ്പോൾ എഴുന്നേക്കും പിള്ളേരുടെ സൗണ്ടിൽ. പക്ഷെ ഇന്ന് പൊതുവെ സൈലൻ്റാണ് 2 പേരും, എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ചായ വെക്കട്ടെ കേട്ടോ. ചായ തിളച്ച് തുടങ്ങി. നിങ്ങൾക്ക് എന്നെ പോലെ ഭ്രാന്തുണ്ടോ ചായ വെട്ടി തിളപ്പിക്കും? എനിക്ക് ആ ഭ്രാന്ത് നല്ലപോലെ ഉണ്ട്. കുറച്ച് വെച്ചിട്ടുണ്ട്, ചാടിപ്പോവില്ലായിരിക്കണം. ഉണ്ടോ അഹങ്കാരം? കണ്ടോ എൻ്റെ അഹങ്കാരം. സ്റ്റൗ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടാൻ നിൽക്കുക കേടാൻ. ഇത് ഡാഡിയോട് ഒന്നും കൂടെ ചോദിച്ചത് എന്തിട്ടാ? അങ്ങനെയല്ലല്ലോ നീ കുറച്ച് മുമ്പ് ചോദിച്ചത്. ചേട്ടാ ബേബിയുടെ അടുത്ത് ചെല്ലു. തോമോ ബേബിയുടെ അടുത്ത് ചെല്ല്. കാണിക്കണ്ടേ ഇവിടെ നമുക്ക്? ഞാനെ വരാന്ന് പറഞ്ഞേ, ഞാനെ വരാന്ന് പറഞ്ഞേ. മാവുണ്ട് കുട്ടി. കുട്ടി മാവുണ്ട്. കളിക്കണ്ടതില്ല കുട്ടി അല്ലേ? മാമുണ്ടാ ചാക്കോ? ചോട്ടു ആണത്. ചോട്ടു വായോ. വാടാ വാടാ വായോന്ന് പറ. മാമുണ്ടെന്നോ? ഗുഡ് ഗേൾ എന്ന് പറഞ്ഞിക്കോടെ. ഗുഡ് ഗേൾ പറഞ്ഞേ. അവൻ ചോട്ടുവിനെ തന്നെ നോക്കണം. നോക്ക എന്റെ സാമർത്ഥ്യം. അയ്യോ എന്റെ സൈഡിൽ കൂടെ പോയി, ഞാൻ അറിഞ്ഞില്ല. ചോട്ടു ചോട്ടു വിളിക്കേ. ചോട്ടു മമ്മിയുടെ സാരി ഒട്ടാണ് നരപ്പല്ലേ. അത് വേണ്ട, പോണ്ട. ചോട്ടു കിടന്ന് പായും, നീ വീഴും. ചോട്ടൂന്ന് വിളിക്ക്. കളിയാക്കിയത് പോലും മനസ്സിലാക്കാത്ത ഇതെന്ത് മറിവായം. പിള്ളേര് പിന്നെ എന്നെ തഴുകി തലോടുന്നതാ. ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. മല്ലിയില, തക്കാളി, സബോള. അപ്പം ഇങ്ങനെ ഒരു ബാഗിനകത്താണ് കേട്ടോ വരിക. ഇതിനകത്തിരുന്ന് തക്കാളിയൊക്കെ ഞാനെടുത്ത് അവസാനിപ്പിച്ചു. കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ.
അപ്പോൾ ഈ തക്കാളി ഇതിനകത്തോട്ട് പൊട്ടിച്ചിടണം. ഞാൻ ഇന്ന് രാത്രി ടൊമാറ്റോ റോസ്റ്റും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ആയിട്ടൊരു 4-5 ദിവസമായിട്ട് തക്കാളി എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ആകൃതി മാറി തുടങ്ങി. അപ്പോൾ അത് വേഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയത് വാങ്ങിച്ചു വെക്കുകയും ചെയ്യില്ല. ഈ സമയത്തായിരിക്കും ഞാൻ അന്വേഷിക്കുക. അപ്പം ഞാൻ ഈ പിള്ളേരുടെ കുപ്പിയൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഫ്ലാസ്കൊക്കെ നിറച്ചു. ഇത് നാളത്തെ പൊട്ടറ്റോ മസാലയ്ക്കുള്ള കിഴങ്ങാണ്. ഇത് രാത്രിത്തേനുള്ള ടൊമാറ്റോ റോസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റോസ്റ്റാണ്. ഈ സമയം 8:15 ഞാൻ കൈയോടെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കഴിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു വർഷത്തെ ഒരു റെസൊല്യൂഷനായിരുന്നു വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ കഴിക്കാമെന്നുള്ളത്. ഇതുവരെ കുറച്ച് ദിവസം എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി. പക്ഷേ പിന്നെയും പോയി കഴിയുന്നത്. പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. എല്ലാം ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ പറ്റണില്ല എന്നുള്ളതാണ്. ഞാൻ ഒട്ടു മസാലയും കൂടെ വെച്ച് വെക്കാം എന്ന് വിചാരിച്ചു. നാളെ രാവിലെ അപ്പോൾ ലഞ്ച് മാത്രം ഉണ്ടാക്കിയാൽ മതി. ചോറ് വെച്ചിട്ട് മുതിര വേവിച്ചതിരിപ്പുണ്ട്, അതൊന്ന് കാച്ചുക. പിന്നെ അവിയലിന് കഷ്ണങ്ങളാക്കിയത് നമ്മുടെ സ്വിഗ്ഗിയിൽ ഇപ്പം ഇൻസ്റ്റാമാർട്ടിൽ അവൈലബിളാണ്. അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അവിയലൊന്ന് വെക്കണം കമ്മിങ് ഡേയ്സിൽ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കി വെക്കണമെന്നുണ്ട് കൈയോടെ. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം പറ്റില്ല. ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ അത് പണിയാവും. നോക്കട്ടെ, പറ്റിയാൽ ഇത് ഉണ്ടാക്കി വെക്കണം. കുക്കറിനെ കുറച്ച് ദിവസമായിട്ട് വളരെ അധികം ചൊറിച്ചിൽ കൂടുതലാണ്. വിസിലടിക്കണില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അടുത്തൊരു കുക്കറും കൂടെ എടുത്ത് നോക്കണം. അത് നമുക്ക് കൈയോടെ മസാലയും ഉണ്ടാക്കി വെക്കാം. പിന്നെ ആ വശത്തോട് രാവിലെ അധികം ധൃതി പിടിച്ച് വരിക ഒന്നും വേണ്ട. എളുപ്പം പരിപാടി കാരണം പിള്ളേർ നമ്മൾ വിചാരിക്കുന്ന പ്ലാനിലൊന്നും അങ്ങോട്ട് നീങ്ങണില്ല ഇപ്പോൾ. അപ്പോൾ വിചാരിച്ചു പണികൾ ഏറ്റവും പെട്ടെന്ന് ഒതുക്കുക, നേരത്തെ എഴുന്നേൽക്കുക. എനിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ എഴുന്നേറ്റ് ഇനി കുറച്ച് പറ്റുവാണെങ്കിൽ ഫ്രണ്ടിലെങ്കിലും കുറച്ച് നേരം നടക്കണം എന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ മടി എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തിരിച്ചു വേണം. സ്ട്രെയിറ്റ് നടന്നാലേ ആ ഒരു നടക്കണ ഫീല് നമുക്ക് തോന്നുള്ളൂ. ഞാൻ വിചാരിച്ചു ഡെയിലി രാവിലെ എഴുന്നേറ്റ് നടന്നിട്ട് രാവിലെ ഒന്ന് കുളിച്ചാലോ. നല്ല പല പ്ലാനുകളുണ്ട്. പക്ഷേ ഹെൽത്ത് സമ്മതിക്കുമോ എന്ന് മാത്രമേ നോക്കിയാൽ മതി. കാരണം നമുക്ക് റെസ്റ്റില്ല, ഉറക്കമില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. രാവിലെ അത്രയും ടയർഡായി. ചിലപ്പം നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും, ഇതിലും എനർജി കിട്ടുമായിരിക്കും. ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ലെവലാണല്ലോ. നോക്കണം. അപ്പം ഞാൻ പൊട്ടറ്റോ മസാലയിലുള്ള കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. റൂമിൽ നിന്ന് കൊണ്ടുപോയ റൈസൊക്കെ ഓൾമോസ്റ്റ് കഴിച്ചു. 2 സ്പൂണേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫുഡ് പോയപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. കഴിച്ചു, നേരത്തെ കൊടുത്തിട്ടിരിക്കുകയാണ്. പിന്നെ വേഗം ഉറങ്ങിപ്പോവും. നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒക്കെ കൊടുത്ത് അവസാനിപ്പിച്ചു കേട്ടോ. നോക്കും ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ബാക്കി പല കാര്യങ്ങളും തീരുമാനിക്കാം, മുന്നോട്ട് കൊണ്ടുപോകണോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഡെയിലി ഇങ്ങനെ ഈ ടൈപ്പ് വീഡിയോ എടുക്കാം സംസാരിച്ചുകൊണ്ട്. പക്ഷെ കുറച്ച് ലെങ്തി ആവും, 1 hour ആവുന്നുണ്ട്. ഇതിപ്പം ഓൾറെഡി ഞാൻ ഒരു 4 മണി വരെയുള്ളത് എഡിറ്റ് ചെയ്തപ്പോൾ ഇതൊരു 30 മിനിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ലോങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്രണ്ട്സ് മമ്മി ലൈൻസിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, പകർത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് അതിൻ്റെ ചെക്കിൽ പകർത്താം. ഞാനാണ് ഇവിടുത്തെ കാലിക്കളായി കുറച്ച് ദിവസമായിട്ട് ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാം, കണ്ടിന്യൂസ് അവിടെ മാറുന്നില്ല. ഇതിപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലുള്ള ആരെങ്കിലും ഇപ്പോൾ വിദേശത്തു നിന്ന് ആരെങ്കിലും നാട്ടിലേക്ക് വിളിച്ചിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് ഇട്ട് നമ്മളെങ്ങനെയാണോ അങ്ങനെ എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പൊട്ടിച്ചിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അതായത് വെടുപ്പ് പൊട്ടിച്ചിടണമെന്നുണ്ട്. പക്ഷേ സമയമില്ല. ഇവിടെ കഴിഞ്ഞാൽ ചപ്പാത്തിയും കൂടെ കൂട്ടാൻ നമ്മുടെ പരിപാടി വയ്ക്കും. വേറെ പയ്യാവരികൾക്കൊന്നും വെക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഡെയിലി രാവിലെ എണീച്ച് തുടയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഡാഡി മമ്മി ബിസിനസ്സിന് ഇരിക്കുകയാണ്.
തോഞ്ചാടും ടി വി കാണുന്നുണ്ട്. ആ കൊച്ചിന് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ കൊച്ചിന് പറഞ്ഞ പോലെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിസിൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. സ്റ്റാർട്ട് ചെയ്തൊരു കോഴ്സ്. ഈ ജലദോഷം നമ്മളെ കൊണ്ടേ പോകും. പാത്രമൊക്കെ ഞാൻ അപ്പം കഴുകി മാറ്റി. അത് ഇപ്പോൾ കഴിക്കുന്ന കഴിച്ച് മാത്രമേ ഉള്ളൂ കാണുള്ളൂ. എനിക്ക് ചപ്പാത്തിയുടെ എണ്ണ എടുക്കണം. എത്ര എണ്ണം മമ്മി? 2 എണ്ണം മാക്സിമം. ഡാഡി 3 എന്ന് പറയും, എന്നിട്ട് 2 എണ്ണം കഴിക്കും. ചിലപ്പോൾ 3 എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം വേണമെന്ന് പറയും. കറിയുടെ അനുസരിച്ചാണ് കേട്ടോ, ഒക്കെ കറിയുടെ അനുസരിച്ചാണ്. നോൺചേട്ടാ പിന്നെ കറി എന്താണെന്ന് ചോദിച്ചിട്ട് ചപ്പാത്തിയുടെ എണ്ണ പോലും പറയുള്ളൂ. ഞാൻ പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനൊരു കുപ്പി വെള്ളം എടുത്ത് വെക്കും. കഴിയണ വരെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കും. എന്തായാലും നമ്മൾ കുടിക്കും. കിച്ചണിൽ ഭയങ്കര ചൂടാണ്. സോ നമ്മൾ എന്തായാലും കുടിക്കും. ഞാൻ ഓർത്ത് ഈ സബോളയ്ക്ക് എന്താ അനക്കില്ല, അപ്പം തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ ചപ്പാത്തി ഡാഡിനെ വന്ന് ചോദിക്കാൻ കേട്ടോ. ഡോജൻ 10 മണിക്ക് സമയം വരുന്നത് ഇഷ്ടമില്ല. പക്ഷെ കുറച്ച് ദിവസം നേരത്തെ ഇപ്പോൾ എന്നാലും 7 മണിക്ക് കഴിയുമ്പോൾ വന്നു ആൾ. പക്ഷേ ഡോജനെ ഇങ്ങനെ പിള്ളേർ വാശി പിടിക്കുന്ന ദേഷ്യം വരും. അവരുടെ ചോദിച്ചില്ല, അമ്മാതിരി ചോദിച്ചില്ല. അപ്പനെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേഗം ഈ പൊട്ടറ്റോ മസാല വെക്കട്ടെ. എന്നിട്ട് പറ്റിയ മുതിര കാഴ്ചയിൽ പറ്റുന്നത് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും എനിക്ക് തോന്നുന്നു വെച്ചാലും ഞാനത് വേഗം ഒന്ന് അവസാനിപ്പിക്കട്ടെ കേട്ടോ. എന്തിട്ടാണ് അതെന്ത് ഭാഷയാണ്? അതെ, ഇങ്ങോട്ട് നോക്കിയേ. തോമു ഇലക്ട്രിക് ബ്രഷ് വേണോ? അപ്പൊ ജനഗണപാട് കാലടുപ്പിച്ച് വെക്ക്. അറ്റൻഷനിൽ നിൽക്ക്. ആ പാട്. ഫുള്ള് പാടിയില്ലല്ലോ. ആ ചാക്കോച്ച എണ്ണ 1 2. തോന്നുന്നു നിന്നെ കണ്ട കഞ്ഞി കുടിക്കില്ല കേട്ടോ, മുറ്റത്ത് കിടന്ന് ഉരുണ്ടിട്ട്. വാവോ കുളിക്കാൻ വന്നിരിക്കാണ്. ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു. എന്തോ അപ്പോൾ ചൂടുവെള്ളം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ഡോർ അടച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ, എന്താണെന്ന് വിചാരിക്കേണ്ട. ഇവരെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നാൽ അപ്പുറത്താണ് ഉദ്ഘാടന കുളി, അവിടെ പോയി കുളിക്കണം. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ കണക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യാൻ കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ലെങ്ത് കൂടിയതായതിൻ്റെ പേരിൽ കുറച്ചധികം നേരം എടുക്കും. എന്തായാലും നോക്കാം. എൻ്റെ ഒരു ആദ്യ പരീക്ഷണമായിട്ട് ഞാൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്ന് കുളിപ്പിക്കട്ടെ കേട്ടോ. ഗുഡ് നൈറ്റ് എവരിബഡി. ഗുഡ് നൈറ്റ്. ഷിയോ ലവ് യു. കുളിച്ചെന്ന് പറ. ക്രീമൊക്കെ തേച്ചു. ഭക്ഷണം കഴിച്ചു. ഇനി ഉറങ്ങാൻ പോവാ. നാളെ കാണാം ഗൈസ് പറ. നാളെ തോമന്റെ ഇലക്ട്രിക് ബ്രഷ് വരില്ലേ? ആർ യു ഹാപ്പി? ആർ യു എക്സൈറ്റഡ്? ഓക്കെ തോമോ, ലവ് യു. ഈശോയോട് പ്രാർത്ഥിച്ചില്ലല്ലോ. ഇന്ന് പ്രാർത്ഥിക്കണം. ആ ഇല്ലെങ്കിൽ ഇലക്ട്രിക് ബ്രഷ് വരില്ല. രാത്രി മാതാവ് ഒന്ന് ചോദിക്കുക എന്താ സ്തുതി തരാഞ്ഞെന്ന്. ഈശോ മിശിഹായിക്ക് കൈകൂപ്പ്. ആ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉമ്മ ഞാൻ ഉറങ്ങാൻ പോവാ. ഈശോ എന്ന് പറ. നാളെ കാണാന്ന് പറ. ബൈ. മാതാവ് ഉറങ്ങി. ആ അവിടെ പോയിരിക്കേ. അവിടെ പോയി തോമുവിന്റെ പ്ലേസിൽ കിടന്നേ.
രണ്ട് മാതാവ് ഉറങ്ങിയോ? ആണോ? അപ്പൊ തോമ ഉറങ്ങല്ലേ? ബൈ, ഗുഡ് നൈറ്റ്. ആ BMW ഉണ്ടല്ലേ കുട്ടി ഉറങ്ങുള്ളൂ. ഓക്കെ, ഷോ യുവർ കാർസ്. വിച്ച് കാർ ഇസ് ദിസ്? ദിസ് വൺ? Jeep. Is it Jeep? No. Then? Motor truck. What? Motor truck. Okay. Bye, Tomo. Bye. Love you. I love you. അതെ, ഉറങ്ങാൻ പോവാണ് കേട്ടോ. ചാക്കോ ഗുഡ് നൈറ്റ്. ബൈ പറയൂ ചാക്കോ. ടാറ്റ പറ. ചാക്കോ ഉറങ്ങി. തോമു ബൈ പറയൂ. തോമു ഉറങ്ങി. അയ്യോ, കണ്ണ് തുറന്ന് ഉറങ്ങുന്ന പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദേ കണ്ടോ കേട്ടോ. ഗുഡ് നൈറ്റ് എവരിബഡി. ടാറ്റ പറയൂ. ഓട കള്ള. തോമു കാറൊക്കെ കെട്ടിപ്പിടിച്ചാണ് കിടന്നുറങ്ങുക. ചാക്കോച്ചൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഉറങ്ങാൻ സമയമായി ഞാൻ ഉറങ്ങും, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ചാക്കോ? ഞാൻ പറഞ്ഞില്ല ആമസോണിൽ നിന്ന് 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടത്. ദേ ഇനിയിപ്പോൾ ഉറക്കാൻ പോവാണ്. ഇപ്പം സമയം 9:35. ഇത് ഓൾറെഡി ഫാസ്റ്റാണ്. അലക്സയിൽ 9:35. ആ ശരിയാണോ? അപ്പോൾ 9:35 കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നൈറ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ സ്കിൻ കെയർ ചെയ്യണം. കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്യും, പിന്നെയും ഡിസ്കണ്ടിന്യൂ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ഷെഡ്യൂളിൽ എനിക്കൊരു മാറ്റം വരുത്തണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നിപ്പോൾ സക്സസ് ആയി. ഒരു 8:45 ഞാൻ ഡിന്നറൊക്കെ കഴിച്ചു, പിള്ളേരെ കുളിപ്പിച്ചു. 9:30 അവരെ ഉറക്കി. ഞാനൊരു ഇപ്പം സമയം 10:15. ഇനിയിപ്പോൾ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം. വോയിസ് ഓവറൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അപ്ലോഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുൾ കണ്ടവർക്ക് ഒരുപാട് നന്ദി. ഇതുപോലുള്ള ലോങ് വീഡിയോസ് ഇഷ്ടമാണോ അല്ലയോ ഒന്നും കൂടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നിട്ട് നമുക്ക് മറ്റന്നാൾ തൊട്ട് അതനുസരിച്ച് ഞാൻ ചെയ്തോളാം. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.